അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ, രോഗങ്ങളെക്കൊണ്ടും കടങ്ങളെക്കൊണ്ടും കഷ്ടപ്പെടുമ്പോൾ നാം പതിവാക്കേണ്ട ഏറ്റവും മഹത്തായ ഫലം കിട്ടുന്ന ഏറ്റവും വീര്യം കൂടിയ ഖുർആനിലും ഹദീസിലും പറഞ്ഞ ഏറ്റവും മഹത്തായ ഒരു ദിക്റാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പറഞ്ഞു തരുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും വലിയ പ്രയാസം, അതുപോലെ പ്രതിസന്ധി, വിഷമങ്ങൾ, ബുദ്ധിമുട്ട് എന്നിങ്ങനെയുള്ള പല ബലാകളും വരുമ്പോൾ ഖുർആനിൽ വിശേഷിപ്പിച്ച മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ദുആ നിങ്ങൾ പതിവാക്കണം. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ആ ദുആ ഇതാണ്: ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അപ്പോൾ ഇതാണ് ദിക്ർ. ഈ ദിക്ർ എന്നും പറയാം, അതുപോലെ ദുആ എന്നും പറയാം. അപ്പോൾ ഇത് നിങ്ങൾ പതിവാക്കണം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നമുക്ക് മറ്റൊരു ഹദീസിൽ കാണാം, യൂനുസ് നബി അലൈഹി വസല്ലമിൻ്റെ ദുആ അത്ഭുതമാണ് എന്ന്. അതിൻ്റെ ആദ്യ ഭാഗം തഹ്ലീലാണ്, ലാ ഇലാഹ ഇല്ലാ അൻത. അതിൻ്റെ മധ്യഭാഗത്തുള്ളത് തസ്ബീഹാണ്, സുബ്ഹാനക്. അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ സമ്മതിക്കുക, നമ്മൾ ഏറ്റുപറയുക എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദുആയാണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഹദീസിൽ കാണാം, ധാരാളം കടത്തിൽ അകപ്പെട്ടവർ, അത് വീട്ടാനുള്ളൊരു മാർഗവും ഇല്ലാത്തവർക്ക്, വിഷമവും പ്രയാസവും ദുഃഖവും രോഗങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് മനസ്സിൽ കരുതുന്നവർക്ക് എല്ലാ ദിവസവും ഈ ദിക്ർ 3 വട്ടം ചൊല്ലിയാൽ അള്ളാഹു ഉത്തരം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ കടങ്ങൾ, നമ്മുടെ പല ഇതുവരെ നടക്കാത്ത ആവശ്യങ്ങൾ, ഇതെല്ലാം നാം അറിയാത്ത ഭാഗങ്ങളിലൂടെ പരിഹരിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും വലിയ റാഹത്തും വലിയ സമാധാനവും ലഭിക്കും. അത്രക്കും പവർഫുള്ളായ ഒരു ദിക്റാണിത്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ കിടന്ന് പ്രാർത്ഥിച്ച, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണിത്. അപ്പോൾ നാം ഇത് എപ്പോഴും പതിവാക്കണം. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, ബലാഹുകൾ വരുമ്പോൾ, അതുപോലെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, കടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ദിക്ർ ധാരാളം ചൊല്ലുക. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.